നമസ്കാരം. ദക്ഷിണ കാശിയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളിലൂടെ ഒന്ന് കടന്നു പോകാം. കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഐതിഹ്യ കഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യ കഥ പുരാണ പ്രസിദ്ധവും ഭാഗവത പ്രാധാന്യവുമുള്ള ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. ദക്ഷയാഗം സാധാരണയായിട്ട് നടക്കുന്നത് ഈ പറയുന്ന പോലെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അത്തവണത്തെ ദക്ഷയാഗം നടന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഭർത്താവിനെ സ്വീകരിച്ച മകളോടുള്ള, സതീദേവിയോടുള്ള ദക്ഷന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ആ പക വീട്ടിലായിരുന്നു ആ ദക്ഷയാഗം. അതുകൊണ്ടാണ് 14 ലോകത്തുള്ള എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിക്കുകയും മഹാദേവനെയും സതീദേവിയും ആ ദക്ഷയാഗത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ദക്ഷയാഗ വേദിയിലേക്ക് ക്ഷണമില്ലാതെ ദക്ഷന്റെ മകളായിട്ടുള്ള സതീദേവി എത്തുകയാണ്. എത്തുന്ന സമയത്ത് പിതാവിനാൽ അപമാനിക്കപ്പെടുന്ന സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്യുകയാണ്. അപ്പൊ ഇതറിയുന്ന പരമേശ്വരൻ അതീവ കോപിഷ്ഠനാവുകയും അദ്ദേഹത്തിന്റെ കോപത്തിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ഉടലെടുക്കുന്നു. വീരഭദ്രനും ഭദ്രകാളിയും ശിവഭൂതഗണങ്ങളും കൂടെ ദക്ഷയാഗ വേദിയിലേക്ക് എത്തുകയും ദക്ഷയാഗം തടസ്സപ്പെടുത്തുകയും ദക്ഷനെ വധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സതീവിരഹത്തിൽ മനംനൊന്നു കഴിയുന്ന മഹാദേവനെ മഹാവിഷ്ണുവും മറ്റു ദേവീദേവന്മാരും സാന്ത്വനിപ്പിക്കുകയും കോപം ശമിച്ച് മഹാദേവൻ ദക്ഷന് ശാപമോക്ഷം നൽകുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. അപ്പൊ സതീദേവി ജീവത്യാഗം ചെയ്ത സ്ഥലം അമ്മാറക്കല്ല്, അമ്മ മറഞ്ഞ കല്ല്, അമ്മാറക്കല്ല് എന്ന രീതിയിൽ നമുക്ക് അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കാണാനായിട്ട് സാധിക്കും. ദേവിയുടെ അരികിലായിട്ട് തന്നെ ഭഗവാൻ സ്വയംഭൂവായിട്ടാണ് സാന്നിധ്യം വരളുന്നത്. അപ്പോൾ ആ മണിത്തറയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടാവുക. അപ്പോൾ അമ്മ മറഞ്ഞ സ്ഥലവും ഭഗവാൻ സ്വയംഭൂവായിട്ട് സാന്നിധ്യം വരുന്ന സ്ഥലവുമാണ് അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറ. അപ്പം അങ്ങനെയാണ് ഈ ദക്ഷയാഗ കഥയുമായിട്ട് നമ്മുടെ അക്കരെ കൊട്ടിയൂർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തുന്നവരുടെ മനസ്സിൽ ഈ ഒരു കഥയും കൂടി ഉണ്ടായിരിക്കട്ടെ. നിർബന്ധമായും നിങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ എത്തുന്ന സമയത്ത് തിരുവഞ്ചിറയിലെ അമ്മാറക്കല്ലും മഹാദേവന്റെ സാന്നിധ്യമായിട്ടുള്ള മണിത്തറയും ദർശിക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.